ഏകദേശം 15ഓളം പേര് ഈ കൂട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരിൽ കുറേ പേർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. കൂടാതെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇവിടെ ഇവർ കിടന്നുറങ്ങിയിരുന്ന ഈ ഭാഗത്തും കുറച്ച് പേർ കിടന്നുറങ്ങിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ ഭക്ഷണവും അതുപോലെ തന്നെ അവരുടെ ബാഗും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഈ ഭാഗത്തൊക്കെ തന്നെ അവർ കിടന്നു ഉറങ്ങിയിരുന്ന ആളുകൾ തന്നെയാണ് ഈ അപകടത്തിൽപ്പെട്ടിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊതുകുവല ഉൾപ്പെടെയുള്ളവ എല്ലാം തന്നെ ഇവിടെ ഇട്ട് കൃത്യമായി കുറേ നാളുകളായി ഇവിടെ ഇവർ താമസിക്കുന്നവരാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ ഭാഗത്ത് നിന്നാണ് ഈ ലോറി എത്തിയിരിക്കുന്നത്. അതായത് ഈ ദേശീയപാതയുടെ ജോലികൾ നടക്കുന്നുണ്ട്. 6 വരി പാതയുടെ ജോലികളാണ് നടക്കുന്നത്. ഈ കാണുന്ന ഇത് ഡിവൈഡറാണ്. ഇവിടെ നിന്നും നേരെ ഈ ഭാഗത്താണ് വാഹനങ്ങൾ തിരിഞ്ഞു പോകേണ്ടത്. ഇങ്ങനെ തിരിഞ്ഞ് പോകേണ്ടതാണ് ശരിക്കും വാഹനങ്ങൾ. പക്ഷേ ഈ അപകടം വരുത്തി വെച്ച ലോറി എന്ന് പറയുന്നത് അത് അങ്ങനെ തിരിഞ്ഞു പോയില്ല. അതിന് പകരം ഇതിടിച്ച് ഇപ്പുറത്തുകൂടെ നേരെ ഇവർ കിടന്നിരുന്ന സ്ഥലത്തേക്ക് പോയി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയൊരു അപകടം തന്നെയാണ്. ഈ ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാൻ കാരണം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. പക്ഷേ അതെന്തൊക്കെയാണെന്നുള്ളത് ഈ ലോറി ഡ്രൈവറുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും നിലവിൽ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തെല്ലാം തന്നെ ഈ വാഹനം ഇടിച്ച് കയറിയതിൻ്റെ കൃത്യമായ പാടുകളൊക്കെ തന്നെ ഉണ്ട്. ഈ ഭാഗത്തുകൂടെയാണ് വാഹനം ഇടിച്ച് കയറിയത്. അതിനുശേഷം നേരെ ഈ ഭാഗത്തേക്ക് വാഹനം ഇടിച്ച് പാഞ്ഞ് പോവുകയായിരുന്നു. നിലവിൽ ഈ അപകടത്തിൽപ്പെട്ട ആളുകളെല്ലാം തന്നെ അതായത് വലിയ അംഗഭംഗം വന്നവരുൾപ്പെടെയുള്ളവർ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, അവരുടെ ദേഹത്തുകൂടെ ഉൾപ്പെടെ ഈ വാഹനം കയറി ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ പലർക്കും ശാരീരിക വൈകല്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ പോലീസ് ഇവിടെയുണ്ട്, ഉന്നത ഉദ്യോഗസ്ഥരാരും ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ തരാൻ കഴിയാത്തത്. എന്തായാലും ഇനി കൂടുതലായി ആളുകൾ കൂടുതലായി പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ലോറി കസ്റ്റഡിയിൽ എടുത്ത പോലെ തന്നെയാണ് കുറച്ചങ്ങ് നീക്കിയാണ് ഇട്ടിരിക്കുന്നത്. കൂടാതെ ഈ ആളുകൾക്കെല്ലാം തന്നെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ടെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. വലിയ ഗുരുതരമായ സ്ഥിതിയല്ല ഭൂരിഭാഗം പേർക്കും ഇനി ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നവർക്കെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അത് ജില്ലാ ആശുപത്രിയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും കൊടുങ്ങല്ലൂർ ആശുപത്രിയിലേക്കും എല്ലാം ആയാണ് അവരെ കൊണ്ടുപോയിട്ടുള്ളത്. ആ കാര്യങ്ങളെല്ലാം തന്നെ ഇനിയിപ്പോൾ അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കൂടാതെ ഈ അപകടം നടന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വ്യക്തത, എങ്ങനെയാണ് നടന്നതെന്നാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം നടന്നതെന്നുള്ള ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതിന് നമുക്ക് കൂടുതൽ വിവരങ്ങൾ തേടാം. ലിഷോയ്, അത് തന്നെയാണ് വലിയൊരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നത്. ഇപ്പോൾ ലിഷോയ് നേരത്തെ റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നല്ലോ, ഇതൊരു സ്ഥിരം അപകട മേഖലയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പലപ്പോഴും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന റോഡുകളിലൊക്കെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് ബോർഡുകളൊന്നും സ്ഥാപിക്കാറില്ല. പലപ്പോഴും എത്രയോ ദുരന്തങ്ങൾ, അപകടങ്ങൾ അങ്ങനെ വന്നു പോകാറുമുണ്ട്. ഇതിപ്പോൾ അവർ ഈ നാടോടികൾ ഉറങ്ങിക്കിടക്കുന്ന ഭാഗത്ത് കൃത്യമായിട്ട് വേർതിരിച്ച് നിർത്തിയിട്ടുണ്ട്. പക്ഷേ പെട്ടെന്നൊരു വലിയ വാഹനം പാഞ്ഞു കയറി വരുമ്പോൾ അവിടെ ഒരു മുന്നറിയിപ്പ്, അല്ലെങ്കിൽ അവിടെ ഒരു വെട്ടം, ഒരു തെളിച്ചം ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഉണ്ടായിരുന്നു. അത് കാഴ്ചയിൽ നിന്ന് മറിയുന്ന രീതിയിലായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കാരണം ലോറി നേരെ റോഡിലേക്ക് പോകാതെ ഈ ഭാഗത്തേക്ക്, ഈ വശത്തേക്ക് തിരിഞ്ഞു കയറുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലിഷോയ്, തീർച്ചയായും. പക്ഷേ ഇത് അങ്ങനെ ദിശാ ബോർഡുകൾ വെക്കാതിരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അത് കാണാതിരിക്കുന്നത് കൊണ്ടോ അല്ല സംഭവിച്ചിരിക്കുന്നത്. കാരണം നമുക്ക് കാണാൻ സാധിക്കും, വെറുതെ ഒരു ബോർഡ് വെച്ച് വേർതിരിക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കും, കൃത്യമായി മുഴുവനായി അവിടെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് റിഫ്ലക്ടർ ഉൾപ്പെടെയുള്ളവയുണ്ട്. അതായത് സാധാരണഗതിയിൽ പലപ്പോഴും ഈ റോഡ് ഡൈവേർട്ട് ചെയ്ത് വിടുമ്പോൾ ഒരു ടേക്ക് ഡൈവേർഷൻ എന്ന് പറയുന്ന ഒരു ബോർഡ് മാത്രമാണ് വെക്കാറുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ക്യാമറ ഇങ്ങോട്ടേക്ക് വന്നാൽ ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ കൃത്യമായി
ഇവിടെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അതായത് ഇതിപ്പോൾ വണ്ടി ഇടിച്ച് തകർത്ത് പോയതിനാലാണ്. ഇല്ലായിരുന്നെങ്കിൽ അത് കൃത്യമാണ്. ഇവിടെ ഇത് റിഫ്ലക്ടറാണ്. വാഹനം പുലർച്ചെയൊക്കെ വരുമ്പോൾ ഇത് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ കൃത്യമായി കാണാൻ സാധിക്കും. 20 കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ ഇതിലൂടെ പോകാൻ പാടുള്ളൂ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കൂടാതെ ഇവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് വേണം വാഹനങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ എന്നുള്ളത് കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ബോർഡുകൾ സ്ഥാപിക്കാത്തതല്ല വിഷയം എന്നുള്ളതാണ്. ഇത് ഒരുപക്ഷെ ഈ വാഹനത്തിൻ്റെ ഡ്രൈവറുടെ ഒരു അശ്രദ്ധ, അതിനോടൊപ്പം തന്നെ ഡ്രൈവർ ഉറങ്ങിപ്പോകുന്നതോ അല്ലെങ്കിൽ നിയന്ത്രണം വിട്ടതോ, അങ്ങനെ 2 പോസിബിലിറ്റീസ് മാത്രമാണ് ഈ ഒരു സംഭവത്തിലുള്ളത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവിടെ ഒരു ഭാഗത്ത് ജോലികൾ പൂർത്തിയായ ഭാഗമുണ്ട്. അതായത് ഒരു ലൈൻ പൂർത്തിയായതുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വാഹനങ്ങൾ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല വേഗതയിലാണ് ഈ വാഹനങ്ങളൊക്കെ വരിക. അതുകൊണ്ട് നേരെ ആ വാഹനങ്ങൾ വന്ന് പെട്ടെന്ന് ഈ ഡൈവേർഷൻ തിരിയാതെ, അതായത് ഈ തടിലോറിയൊക്കെ ആകുമ്പോൾ വലിയ ഭാരമുള്ള വണ്ടിയാണ്, പെട്ടെന്ന് വണ്ടി തിരിച്ചു പോകാനായി കഴിയാത്തതുണ്ടാവും. അതുകൊണ്ട് അവിടെ നിന്ന് നേരെ വന്ന് പോയതാകാം എന്നുള്ളതാണ് മറ്റൊരു നിഗമനം. എന്തായാലും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഉണ്ടായത് ഈ ഭാഗത്തു കൂടി എന്തായാലും വാഹനങ്ങൾ കൃത്യമായി തിരിഞ്ഞു പോകുന്നതിന് വേണ്ടി ദിശാബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നിഷോയ് പറയുന്ന പോലെ തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. മുന്നറിയിപ്പ് ബോർഡുകളുണ്ട്, അതുപോലെ തന്നെ സ്പീഡ് ലിമിറ്റ് ഉണ്ട്. ഒരാൾ പൊക്കത്തിലാണ് അത് വേർതിരിച്ച് കെട്ടിയിരിക്കുന്നത് പോലും. അപ്പോൾ ഈ അശ്രദ്ധ, ലോറി ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള അശ്രദ്ധ സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ ഈ ഓടിക്കുന്നതിനിടെ ഉറങ്ങിപ്പോയതാണോ എന്നുള്ള ഒരു സംശയം മാത്രമാണുള്ളത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നോ? ഈ ലോറി ഡ്രൈവറെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ടോ? ആ നടപടികളിൽ നിന്ന് പോലീസിന് ഏതെങ്കിലും രീതിയിൽ ഇയാൾ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും വ്യക്തത വന്നിട്ടുണ്ടോ? എന്താണ് ഇയാൾ നൽകുന്ന മറുപടി? തൃശൂർ തൃപ്രയാറിലാണ് 5 നാടോടികളുടെ ജീവൻ നഷ്ടപ്പെട്ട അതിദാരുണമായിട്ടുള്ള സംഭവം നടന്നത്. ഉറങ്ങിക്കിടന്ന നാടോടികൾക്കിടയിലേക്ക് തടി കയറ്റിയ ലോറി പാഞ്ഞ് കയറുകയായിരുന്നു. തൃശൂർ തൃപ്രയാറിലാണ് ഈ സംഭവം. ലോറി കയറിയിറങ്ങിയ 7 പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. വലിയ പരിക്കുകളുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് ബോർഡ്, ദിശാസൂചിക എല്ലാം നൽകിയിട്ടുണ്ടായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം ഈ അപകടത്തിന് കാരണമായിട്ടുള്ളത് എന്നുള്ള പ്രാഥമിക നിഗമനത്തിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. എന്തായാലും ലോറി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. MS ലിഷോയാണ് അവിടെ നിന്നുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകിയത്.